ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, പെന്തക്കുസ്ത തിരുനാളിൽ ദൈവം നമുക്ക് നൽകുന്ന ഉന്നതമായ സമ്മാനം ഏറ്റുവാങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളായി ഓരോരുത്തരും മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ അരിമ ശിഷ്യരെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉന്നതമായ ഒരു വാഗ്ദാനം നൽകും. അവിടെ ഇങ്ങനെയാണ് യേശു പറയുന്നത്, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളോ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്നാനം, സ്വർഗം ഇറങ്ങി വന്ന് നമ്മിൽ നിറയുന്ന ഒരു സ്നാനം, സ്വർഗം നമ്മെ മൂടി പൊതിയുന്ന ഒരു സ്നാനം, മഹത്വത്തിന്റെ മേഘം നമ്മളെ വലയം ചെയ്യുന്ന ഒരു സ്നാനം, പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമൻ മനുഷ്യനിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം. യേശു ക്രിസ്തു തരുന്ന അത്യുന്നതമായ വാഗ്ദാനം നമ്മൾ സ്വന്തമാക്കിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമതായി, പരിശുദ്ധാത്മ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം ഇതാണ്: നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന ശക്തിയായി പരിശുദ്ധാത്മാവിന്റെ സ്നാനം കടന്നു വരുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും സമരിയായിലും യൂദയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നലെ വരെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിച്ചില്ല, ഇന്നലെ വരെ നമുക്ക് ദൈവത്തിന്റെ സാക്ഷിയാകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ദൈവം നമുക്ക് വാഗ്ദാനം തരികയാണ്, എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യേശു പറയുന്നു, നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ഭവനത്തിലും ഇടവകയിലും നാട്ടിലും ജോലി സ്ഥലത്തും എവിടെ പോയാലും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരും, യേശുവിൻ്റെ സാക്ഷികൾ ആയി മാറും. എൻ്റെ ഓർമ്മയിലേക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യം കടന്നു വരികയാണ്. അമേരിക്കയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു J.I. ജാംസൺ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു, അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിലോ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിലോ അടയാളങ്ങളിലോ വിടുതലുകളിലോ വീര്യപ്രവൃത്തികളിലോ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, പ്രസംഗിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി, മറ്റൊന്നും ആവശ്യമില്ല, പ്രസംഗം മാത്രം മതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്, അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു ചെല്ലുകയാണ്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് ആണ്. അങ്ങനെ ഇരിക്കെ അവിടെ വലിയ കാട്ടുതീ പടർന്നു പിടിച്ചു.
നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കാട്ടുതീ പടർന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം കാട് നിന്ന് കത്തും. ഏക്കർ കണക്കിന് കാട് കത്തിപ്പോകും. തീ കെടുത്താൻ പറ്റുകയില്ല. ഇന്നും വലിയ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത് എത്രമാത്രം ദുഷ്കരമായിരുന്നു കാണും. അങ്ങനെ കാലിഫോർണിയയിൽ തീ ആഞ്ഞു പിടിച്ചുകൊണ്ട് കാടുകൾ നിന്ന് കത്തുകയാണ്. മനുഷ്യർക്ക് അതിനെ കെടുത്താൻ പറ്റുന്നില്ല. എല്ലാവർക്കും വലിയ സങ്കടമായി. അങ്ങനെ ഇരിക്കെ വൈകുന്നേരത്തെ തൻ്റെ കൺവെൻഷന് ഒരുക്കമായി അദ്ദേഹം രാവിലെ തുറന്നിരിക്കുന്ന ഒരു ബാർബർ ഷോപ്പിൽ മുടിവെട്ടാനായിട്ട് ചെന്നിരിക്കുകയാണ്. അദ്ദേഹം ആ ഷോപ്പിൽ കസേരയിൽ ഇരിക്കുമ്പോൾ ആരോ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയി. കടക്കാരൻ അതെടുത്ത് വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ആ കടയിലിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു, പരിഹസിച്ചു, നോട്ടീസ് പ്രിന്റ് ചെയ്തവരെ കളിയാക്കി. കൂട്ടത്തിൽ ഈ സുവിശേഷ പ്രഘോഷകനായ ജാംസനും ഇരുന്ന് പരിഹസിച്ച് തന്നെ ചിരിച്ചു. പക്ഷേ അപ്പുറത്തെ കസേരയിൽ മുടിവെട്ടാനിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, നമ്മളൊക്കെ ചിരിക്കുന്നത് കൊള്ളാം, പക്ഷേ ഈ നോട്ടീസ് കണ്ടാൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കുറച്ചകലെയായി 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാര് ഈ നോട്ടീസ് കിട്ടിയാൽ ഉറപ്പാണ് അവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും ഇവർ ചിരിക്കുകയാണ്. ജാംസൺ ഇപ്രകാരം ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസുമായിട്ട് ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിൽ ഒന്ന് കടന്നു ചെല്ലും. പരിഹാസ ചുവയോടെ അദ്ദേഹം ആ ഗ്രൂപ്പിലേക്ക് കടന്നു ചെല്ലുന്നു. 15ഓളം പേർ അവിടെ ഇരുന്നു എന്തൊക്കെയോ ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഭ്രാന്തന്മാരാണോ ഇവിടെ ഇരിക്കുന്നത് ജാംസന് തോന്നി. സാധാരണ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്തൊക്കെയോ പറയുകയും തുള്ളിച്ചാടുകയും കൈയടിക്കുകയും അവിടെ എല്ലാം കിടന്ന് നൃത്തം ചെയ്യുകയും ചെയ്യുന്ന 15 പേർ. ഭ്രാന്തന്മാരുടെ ഗ്രൂപ്പിലാണല്ലോ ഞാൻ വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഈ നോട്ടീസ് കൊണ്ടുപോയി ഈ പ്രാർത്ഥന നയിച്ചുകൊണ്ടിരുന്ന സഹോദരൻ്റെ കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോ വരാം ബ്രദർ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന 15 പേരും കൂടെ ഒരുമിച്ച് നോട്ടീസിന്റെ പുറത്ത് കൈവച്ചു. ഒരു അരമണിക്കൂർ നേരം പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ പ്രെയർ ഗ്രൂപ്പ് ലീഡർ ജാംസനോട് ഇപ്രകാരം പറഞ്ഞു, ബ്രദർ, ഇന്ന് രാത്രി 10 മണിക്ക് മഴ പെയ്യും, താങ്കൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി വീണ്ടും ആടാനും പാടാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. സുവിശേഷ പ്രഘോഷകനായ ജാംസന് ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം വീണ്ടും പരിഹാസത്തോടെ തന്റെ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം രാത്രി ഒരു 9 മണിയായപ്പോൾ ഭാര്യയോട് ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു, എടീ പുറത്ത് കിടക്കുന്ന തുണിയെല്ലാം നീ അകത്തെടുത്തിട്ട് കേട്ടോ, മഴ എങ്ങാനും പെയ്താൽ ഇതെല്ലാം നനഞ്ഞു പോകുമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പരിഹസിച്ചിരുന്ന് ചിരിക്കുകയാണ്. കാട്ടുതീ ആളിക്കത്തുമ്പോഴാണ് പ്രാർത്ഥന. ഇവർ ചിരിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അന്നത്തെ റേഡിയോ ന്യൂസിൽ ഇപ്രകാരം കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, 10 ദിവസത്തേക്ക് മഴ പെയ്യത്തില്ല. ഇത് കേട്ടതും കൂടെയാണ് ചിരി ഒന്നുകൂടെ കൂടി, പരിഹാസവും കൂടി. എന്നിട്ട് ഇവർ കട്ടിൽ നിന്ന് ചിരിക്കുക. ഒരു 9:45 മണിയായപ്പോൾ പുറത്തെന്തോ വലിയ ഒരു പ്രകാശം കണ്ടു. അപ്പൊ നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 1 മാസമായി കാലിഫോർണിയയിൽ കാട്ടുതീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും കെടുത്താൻ പറ്റുന്നില്ല, മഴയില്ല. അന്നേരത്താണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൻ പറഞ്ഞ് ഇന്ന് രാത്രി 10 മണിക്ക് മഴ പെയ്യും. എങ്ങനെ ചിരിക്കാതിരിക്കും? പക്ഷെ 9:45 ഇപ്പോൾ എന്തോ ഒരു പ്രകാശം കണ്ടിട്ട് ജനലിന്റെ കേർട്ടൺ മാറ്റിയിടാനായിട്ട് ഈ ജാംസൺ എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷകൻ ഹോട്ടലിന്റെ സൈഡിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം കർട്ടൻ മാറ്റിയിട്ടിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു കൊള്ളിയാൻ മിന്നി, ഒരു മിന്നൽ താഴേക്ക് വരുന്നത് കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ട് നിന്നിട്ട് വീണ്ടും കട്ടിലിൽ പോയി ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. തലകണി പൊക്കി വെച്ചിട്ട് അദ്ദേഹം കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലോക്കിൽ 10 മണി അടിക്കുന്ന ശബ്ദം കേട്ടു. 1ാമത്തെ മണി അടിച്ചതും പുറത്ത് ആർത്തിരമ്പുന്ന ശബ്ദത്തോടുകൂടി പെരുമഴ പെയ്തിറങ്ങി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് ഹൃദയം തുറന്നു കൊടുത്ത, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏറ്റുവാങ്ങിയ 15 സാധാരണ മനുഷ്യർ പറഞ്ഞ കാര്യം സംഭവിച്ചു. ക്ലോക്കിൽ 10 എന്നടിക്കുമ്പോൾ മഴ തിമിർത്ത് പെയ്തു. ഏതാണ്ട് 2-3 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിൽ കാലിഫോർണിയയിൽ 1 മാസത്തോളം കത്തിക്കൊണ്ടിരുന്ന കാട്ടുതീ പൂർണ്ണമായും അണഞ്ഞു. റേഡിയോയിൽ വാർത്ത വന്നു, കാട്ടുതീ അണഞ്ഞിരിക്കുന്നു. ജനങ്ങളെല്ലാം സമാധാനത്തോടെ അന്ന് കിടന്നുറങ്ങി. സന്തോഷമായി, കാട്ടുതീ കെട്ടുപോയല്ലോ, ഇനി ഉറങ്ങാം. പക്ഷേ സുവിശേഷ പ്രഘോഷകനായ ജാംസന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അദ്ദേഹം കട്ടിൽ എഴുന്നേറ്റ് തറയിൽ മുട്ടുകുത്തി, കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി, പിതാവേ, ഇത്രയും നാൾ ഞാൻ ചെയ്തത് എന്താണ്? എനിക്ക് അങ്ങയുടെ ശക്തി അറിയാൻ പറ്റിയില്ലല്ലോ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എനിക്ക് അറിയാൻ പറ്റിയില്ലല്ലോ.
ദൈവമേ, എനിക്കില്ലാത്ത എന്താണ് അവർക്കുള്ളത്? ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചവനാണ്, ഞാൻ തിയോളജി പാസ്സായവനാണ്, ഞാൻ ഫിലോസഫി പാസ്സായവനാണ്, എനിക്ക് ബൈബിൾ അറിയാം, പക്ഷേ ബൈബിളിലെ ദൈവത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ആ ദൈവത്തിന്റെ ശക്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി ഇന്നലെ പോയ പ്രെയർ ഗ്രൂപ്പിലേക്ക്. അവിടെ അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങളുടെ കൈ എൻ്റെ ശിരസിൽ വയ്ക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്കുള്ളത് എനിക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ 15 പേർ കൈകൾ വെച്ചു. ജാംസൺ എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷകന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങി. ഏതൊക്കെയോ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. മാലാഖമാരുടെ ഭാഷകളിൽ പാടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതം പാടെ മറിഞ്ഞു. രോഗശാന്തി ശുശ്രൂഷയുടെ വലിയൊരു അഭിഷേകം ദൈവം അവിടെ വെച്ച് കൊടുത്തു. വീൽ ചെയറിൽ ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ, തളർന്നു പോയവരെ യേശുനാമത്തിൽ എഴുന്നേറ്റ് ഓടിക്കാൻ, ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താൻ, കണ്ണുനീരിൽ കുതിർന്ന അനേക വ്യക്തികൾക്ക് ജീവിതം മടക്കി കൊടുക്കുവാൻ ദൈവം ഈ മനുഷ്യനെ ഉപയോഗിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പങ്കുവച്ചത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ക്രിസ്തീയ ലോകമേ, ഈ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതോ നമ്മൾ പഠനത്തിന്റെ പുറകെ നടന്ന് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുകയാണോ? ലോകത്തിലെ മനുഷ്യരെ സാത്താൻ പന്ത് തട്ടുമ്പോൾ നമ്മൾ എന്തിന്റെ പുറകെയാണ് ഓടുന്നത്? എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? ദൈവശക്തിക്കാണോ, അറിവിനാണോ, അഭിഷേകത്തിനാണോ? എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ ഡൈനാമിക് പവറായ പരിശുദ്ധാത്മാവിനെ പറ്റിയുമാണ്. അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുക തന്നെ ചെയ്യും. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് ഒരു ഗ്രൂപ്പിന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും, മനുഷ്യരായ സകലർക്കും പരിശുദ്ധാത്മാവിനെ നൽകുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ആരാണ് ഈ എല്ലാവർ? മുകളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അന്ന് അവിടെ തടിച്ചുകൂടിയ വലിയൊരു ജനക്കൂട്ടം. ഏതാണ് ഈ ജനക്കൂട്ടം? റോമാക്കാർ, യഹൂദർ, ഹിത്യർ, ഗ്രീക്കുകാർ, ആഫ്രിക്കക്കാർ, ലിബിയാക്കാർ, കിറേനക്കാർ, ഏഷ്യാക്കാർ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന വിവിധ ജാതി മതസ്ഥരായ അനേകർ അവിടെ തടിച്ചുകൂടി. കർത്താവിന്റെ വചനം പറയാണ്, അവരെല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി തൊടുന്ന തരത്തിലാണ് ആത്മാവ് ഇറങ്ങി വരുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ മേൽ ആത്മാവ് വന്നു. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ ഒരു അന്തരീക്ഷം മാളികമുറിയുടെ പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. മാളികമുറിയുടെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നതല്ല ഈ ഒരു അഭിഷേകവും തൊടലും, അത് പുറത്തുണ്ടായിരുന്ന മുഴുവൻ പേരെയും തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പൊട്ടിക്കരച്ചിലും കണ്ണുനീരും ഉണ്ടായത്. യഥാർത്ഥത്തിൽ പത്രോസിന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാളികമുറിയിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞിരുന്നു. അതിനവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം സ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം പത്രോസ് പ്രസംഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിക്കരച്ചിലാണ് കേൾക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനം. അതേ പ്രിയപ്പെട്ടവരെ, സകലരെയും ആത്മാവ് തൊടുന്നുണ്ടായിരുന്നു. സകലർക്കും എന്തോ സ്വർഗീയ അനുഭവം, ദൈവം ഇറങ്ങി വരുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായി. ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സ്പർശനം ഉണ്ടാകുന്നു. അതേ, സകലരെയും തൊട്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു. ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ്. പഴയ നിയമത്തിൽ ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ സ്നേഹപിതാവിന്റെ സ്വപ്നം പിതാവ് ജോയേൽ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യഹൂദരുടെ മേൽ മാത്രമല്ല, പുരോഹിതരുടെ മേൽ മാത്രമല്ല, വചന പ്രഘോഷകരുടെ മേൽ മാത്രമല്ല, സന്യസ്തരുടെ മേൽ മാത്രമല്ല, സന്യാസികളുടെ മേൽ മാത്രമല്ല, അൽമായ പ്രഘോഷകരുടെ മേൽ മാത്രമല്ല, വിദ്യാഭ്യാസമുള്ളവരുടെ മേൽ മാത്രമല്ല, എല്ലാവരുടെ മേലും, ബൈബിൾ വായിക്കാൻ അറിയാവുന്നവന്റെ മേൽ മാത്രമല്ല, ബൈബിൾ പഠിച്ചവന്റെ മേൽ മാത്രമല്ല, സകലരുടെ മേലും, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പിതാവ് പറഞ്ഞിരുന്നു, ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും. പിതാവിന്റെ സ്വപ്നമായിരുന്നു. തൻ്റെ ആത്മാവിന്റെ സ്നാനം എല്ലാവർക്കും കൊടുക്കണമെന്നത് പിതാവിന്റെ സ്വപ്നമായിരുന്നു. അതിനൊരു തടസ്സമുണ്ടായിരുന്നു, മനുഷ്യന്റെ പാപം. അത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ സ്നേഹപിതാവ് തന്നെ പരിഹരിച്ചു. രക്തത്താൽ കഴുകപ്പെടുന്ന മനുഷ്യൻ, പുത്രന്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന മനുഷ്യന് തീയുടെ അഭിഷേകം കടന്നു വരികയാണ്. സ്വർഗത്തിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം
അവന്റെ മേൽ വരികയാണ്. അവൻ നരകത്തെ വിറപ്പിക്കുന്നവനായി തീരുന്നു. പാപത്തിന്റെ മേൽ ചവിട്ടി നടക്കും. പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മ സ്നാനം. മൂന്നാമതായി, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, മറന്നു പോകരുത്. ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. വേണമെങ്കിൽ പോരട്ടെ എന്ന് പറയരുത്. ഒഴുക്കൻ മട്ടിലെടുക്കരുത്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ ഒരു കൽപ്പനയാണ്. ഒരു പട്ടാള കമാൻഡർ തന്റെ കീഴിലുള്ള പട്ടാളക്കാരോട് പറയുന്നു, ഇടത്തേക്ക് പോവുക, അവർ ഇടത്തേക്ക് പോകുന്നു. നിൽക്കുക, അവർ നിൽക്കുന്നു. വെള്ളം കുടിക്കുക, അവർ കുടിക്കുന്നു. കിടക്കുക, അവർ കിടക്കുന്നു. വിശ്രമിക്കുക, വിശ്രമിക്കുന്നു. തോക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അവർ അനുസരിക്കുന്നു. നമ്മുടെ കമാൻഡർ പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണിത്. വീണ്ടും ഈ കൽപ്പന കർത്താവ് ആവർത്തിക്കുന്ന രംഗം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണാം. എന്റെ പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. എന്റെ പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട വാഗ്ദാനം നിങ്ങൾ സ്വന്തമാക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. അതായത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവമില്ലാതെ നമ്മൾ നമ്മുടെ കിടക്ക വിട്ട് കിടക്കമുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. ഇത് ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ സ്വപ്നമാണ്, മഹത്തായ പ്ലാനാണ്. ഓരോ പ്രഭാതത്തിലും ആത്മാവിന്റെ തീ ആളി കത്തിപ്പടരുന്നവരായി നമ്മൾ കിടക്ക വിട്ട് നമ്മുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഭവനം മുഴുവൻ ദൈവരാജ്യത്തിന്റെ അനുഭവം നിറയും. നമ്മളുമായിട്ട് ഇടപെടുന്നവർക്കെല്ലാം ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ നിഴലടിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഭവം ഉണ്ടാകും. ദൈവസ്നേഹം വാരിപ്പുണരുന്ന അനുഭവം ഉണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ലോകം ദൈവത്തെ അറിയും. ഒരു ദൈവമുണ്ടെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഉള്ളവരായി തീരണം. അതേ കർത്താവ് പറയുന്നു, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളോ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. കർത്താവ് നമുക്ക് തരുന്ന ഈ വലിയ വാഗ്ദാനം നമുക്ക് അവകാശപ്പെട്ടതാണ് മക്കളെ. ദൈവമക്കളെ, ഇത് നമുക്ക് വേണം. ഈ അനുഭവത്തിന് മാത്രമേ ലോകത്തെ ഇനി രക്ഷിക്കാൻ പറ്റൂ. വെറും പഠനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ലോകം പണ്ടേ രക്ഷപ്പെടുമായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കണം, പഠനം വേണ്ട എന്നല്ല, പഠനം ഒന്നിലേക്ക് നയിക്കണം. എന്തിലേക്ക്? പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ അവിടെ തരുന്ന ഈ സമ്മാനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ 2-ാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.